ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വേർഡ് സീരീസിൽ ഇന്ന് നാം നോക്കാൻ പോകുന്നത് കെ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഏതാനും വേർഡുകളാണ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ വിച്ച് ആർ ദോസ് വേർഡ്സ്. ഫസ്റ്റ്, കീൻ. കീൻ സൂക്ഷ്മതയുള്ള. കീൻ സൂക്ഷ്മതയുള്ള, സൂക്ഷ്മതയോടെ. ദെൻ കീപ്പ്. കീപ്പ് കൈവശം വയ്ക്കുക. കീപ്പ് കൈവശം വയ്ക്കുക അഥവാ സൂക്ഷിക്കുക എന്നും പറയാം. സൂക്ഷിക്കുക. തുടരുക എന്ന മീനിങ് ഉണ്ട്. തുടരുക. കീപ്പ് ഇറ്റ് അപ്പ് എന്ന് കേട്ടില്ലേ? കീപ്പ് ഇറ്റ് അപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ നല്ല രീതിയിൽ തുടരുക എന്നാണ് അർത്ഥം. കെന്നൽ. കെന്നൽ നായക്കൂട്. കെന്നൽ നായക്കൂട്. നായയുടെ കൂടിനെയാണ് കെന്നൽ എന്ന് പറയുന്നത്. കെറോസിൻ. കെറോസിൻ മണ്ണെണ്ണ. കെറോസിൻ മണ്ണെണ്ണ. കീ. കീ താക്കോൽ. കീ താക്കോൽ. കിഡ്. കിഡ് കുട്ടി. കിഡ് കുട്ടി. ദെൻ കിഡ്നി. കിഡ്നി വൃക്ക. കിഡ്നി വൃക്ക. എ പാർട്ട് ഓഫ് അവർ ബോഡി. കിൽ. കിൽ കൊല്ലുക. കിൽ കൊല്ലുക. ദെൻ കിങ്. കിങ് രാജാവ്. കിങ് രാജാവ്. കിസ്. കിസ് മീൻസ് ചുംബിക്കുക. കിസ് ചുംബിക്കുക. കൈറ്റ് പട്ടം. കൈറ്റ് പട്ടം. ആകാശത്തുകൂടെ പറത്തുന്ന പട്ടം അതാണ് കൈറ്റ്. കിൻ. കിൻ വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കൾ. കിൻ ബന്ധുക്കൾ. അതർ ഇംഗ്ലീഷിൽ പറയാൻ റിലേറ്റീവ്സ് എന്ന് പറയാം. റിലേറ്റീവ്സ് എന്ന് പറയാം. കിൻ. ഇനി കിത്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളും പരിചയക്കാരും. കിത്ത് വെച്ചാൽ സുഹൃത്തുക്കളും പരിചയക്കാരും. കിൻ ആൻഡ് കിത്ത് എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. അതായത് ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും. റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് അതർ ഫെമിലിയർ പേഴ്സൺ. ഇവയ്ക്ക് മൊത്തത്തിൽ പറയുന്നതാണ് കിൻ ആൻഡ് കിത്ത് എന്ന പ്രയോഗം. ഓക്കെ. ദെൻ കിറ്റൻ. കിറ്റൻ പൂച്ചക്കുട്ടി. കിറ്റൻ പൂച്ചക്കുട്ടി. കാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച അല്ലേ? പൂച്ചയുടെ കുട്ടിക്കാണ് കിറ്റൻ എന്ന് പറയുന്നത്. കിറ്റൻ. ദെൻ നീ. നീ കാൽമുട്ട്. നീ നീ കാൽമുട്ട്. നീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുകുത്തുക. നീ എന്ന് പറയുമ്പോൾ അതൊരു നൗണാണ്. നീൽ എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തി, വെർബാണ്. നീൽ മുട്ടുകുത്തുക. മുട്ടുകുത്തുക എന്നൊരു പ്രവൃത്തിയാണ് നീൽ. നൈഫ്. നൈഫ് കത്തി. നൈഫ് കത്തി. നോക്ക്. നോക്ക് മുട്ടുക അല്ലെങ്കിൽ തട്ടുക എന്നർത്ഥം. നോക്ക് മുട്ടുക അല്ലെങ്കിൽ തട്ടുക. നോക്ക് അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞാൽ ഡോറിൽ തട്ടുന്നതിനാണ് പറയുന്നത്. നോക്ക് അറ്റ് ദ ഡോർ. ദെൻ നോട്ട്. നോട്ട് കെട്ട്. നോട്ട് കെട്ട്. അതർ വേർഡ് ടൈ. ടൈ. ദെൻ നോ. നോ മീൻസ് അറിയുക. നോ അറിയുക. നോളജ് അറിവ്. നോളജ് അറിവ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വേർഡുകൾ. ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെൽ all these words. Then let's meet on the next session with the second part of the letter K. Thank you for watching. Bye.